തുടങ്ങുമ്പോൾ തന്നെ ഒരൽപ്പം ഞെട്ടിക്കാൻ തന്നെയാണ് ഉത്തമൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ഥലം തിരുവനന്തപുരം CPM കമ്മിറ്റി ഓഫീസ്. എവിടെ നിന്നോ വന്ന അജ്ഞാതർ ഇരുട്ടിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, ഈ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടിട്ടും ആർക്കും എന്താ ഒരു ഞെട്ടലില്ലാത്തത്? അതെന്താ? ഞങ്ങളുടെ ഞെട്ടിക്കലിനൊന്നും ഇവിടെ ഒരു വിലയില്ലേ? നല്ല മഴവനുണ്ടല്ലേ? തളരരുത് രാമൻകുട്ടി, കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആരെങ്കിലും തല്ലാൻ വരുന്നുവെന്ന് കേട്ടാൽ സ്വന്തം വീട് തല്ലിപ്പൊളിക്കുന്ന പാർട്ടിക്കാരുള്ള നാടല്ലേ പിള്ളേച്ച. ഇതൊക്കെ കേട്ടാ എങ്ങനെ ഞെട്ടാനാണ്? അപ്പോൾ പിന്നെ തുടങ്ങുമല്ലേ? ഒരു ഹൊറർ എഫക്ട് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നതുകൊണ്ട് തന്നെ സംഭവം നടക്കുന്നത് പുലർച്ചെ 2 മണിയോടെയാണ്. ഇനി വരാനുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ആ അജ്ഞാതനാണ്. അയ്യോ, നിന്ന നിൽപ്പിൽ ആവിയായി പോയ ഈ അജ്ഞാതനല്ല, പിടിക്കപ്പെടാൻ വിധിക്കപ്പെട്ട വേറെ അജ്ഞാതന്മാരാണ്. അപ്പോൾ ആ അജ്ഞാതന്മാർ കൂടി ഫ്രെയിമിലേക്ക് പോരട്ടെ. ഇച്ചിരി നേരത്തെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. സാധാരണ CPM ഓഫീസുകളിൽ പൊട്ടിക്കാറുള്ള ഓലപ്പടക്കത്തിന്റെ അഭാവം മൂലമാകണം ഇത്തവണ സംഘടനം 1-2 ചെറിയ കല്ലുകളിലൊക്കെയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇനി പഴയ പോലെ ഓലപ്പടക്കം വല്ലതും ആയിരുന്നെങ്കിലോ? അതിഭയങ്കരമായ കെട്ടിടം തകർന്ന പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്ന് വല്ലതും കൂടി കേൾക്കേണ്ടി വന്നേനെ. സംഭവം ഒരു നിസ്സാരമായ കല്ലിൽ ഒതുക്കിയത് കൊണ്ട് തന്നെ തള്ളുകൾ കൊണ്ട് കെട്ടിടക്കുലുക്കുന്നവർക്കാർക്കും ഇത്തവണ പറയാൻ ഡയലോഗ് ഒന്നും കൊടുത്തില്ല. AKG സെന്ററിലെ പൊട്ടാസ് കഥകൾക്കിടയിൽ ഉറക്കം വിളിച്ചിരുന്ന ബാലരമ വായിച്ചിരുന്ന ശ്രീമതി ടീച്ചറിന്റെ റോൾ ഇത്തവണ ആനാവൂർ നാഗേട്ടൻ അനശ്വരമാക്കി എന്ന് തന്നെ പറയാം. നാഗേട്ട, സംഭവം നടക്കുമ്പോൾ നാഗേട്ടൻ എവിടെയായിരുന്നു? ഞാൻ മുകളിൽ 3ാമത്തെ ആൾക്കാർ. എങ്കയോ കേട്ട കുറൽ ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. ഞാൻ മുകളിൽ 3ാമത്തെ ആൾക്കാർ. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ട് മറന്ന പോലെ. എവിടെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇതിന്റെ 3ാമത്തെ നിലയില് ഇപ്പൊ കറക്റ്റായി. ഒരു റൂമാണ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അത് തന്നെ ഇത്. അല്ലെങ്കിൽ നാഗേട്ടൻ നുണ പറയുവാന്ന് കരുതി പോയേനെ. സംഭവം ആസൂത്രമാണെന്ന് ഉറപ്പിക്കാൻ തക്കതായ കാരണം വല്ലതും ഉണ്ടോ നാഗേട്ട? എറിയാനുള്ള കല്ലെല്ലാം അവർ കൊണ്ടുവന്നതാണ്, കണ്ടാലറിയാം. അച്ചടാ, സ്പോട്ടിൽ വണ്ടി നിർത്തി കല്ല് പെറുക്കി എറിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാകും നാഗേട്ടൻ അത് വിട്ടുകളാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? സാധാരണ ഇവിടെയൊന്നും കാണുന്ന ഒരു കല്ലല്ല, കൃത്യമായി എറിയുക എന്ന ഉദ്ദേശത്തോടെ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം അങ്ങ് നോർത്ത് ഇന്ത്യന്ന് പ്രത്യേക ഇറക്കുമതി ചെയ്ത കല്ലുകളാകാനേ സാധ്യതയുള്ളൂ. 9 പേർ വന്നത് തന്നെ സംഘടിതമായ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയാണ്. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തല്ല് ജയിക്കാമായിരുന്നു ഇല്ലേ? താനും കൂടെ ഉണ്ടായിരുന്നു, തനിക്കും കിട്ടിയ എന്നെ തല്ല്. 5-6 പേരില്ലായിരുന്നോടോ? ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലായിരുന്നു, നന്നായി. നമ്മുടെ പാർട്ടിയുടെ തല അല്പം തിരിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ആരൊക്കെ ഇങ്ങനെ 9 കാണുന്നത്. സ്പോട്ടിലുണ്ടായിരുന്ന CCTVക്ക് പോലും 6 പേരെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ. മുതലാളി, നാഗേട്ടൻ ആ കണ്ണടി ഊരിയിട്ട് ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ കുറഞ്ഞത് ഒരു 3 പേരുടെയെങ്കിലും എണ്ണം കുറഞ്ഞു കിട്ടിയേനെ. AKGയിൽ ബോംബ് പൊട്ടുന്നതിന് മുമ്പേ പൊട്ടിച്ചവന്റെ പേര് പറഞ്ഞ പാരമ്പര്യമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ് എന്ന് കരുതരുത്. ഈ കമ്മിറ്റി ഓഫീസിൽ കല്ലെറിഞ്ഞവരുടെ പേര് വല്ലതും വെളിപ്പെടുത്താൻ ഉദ്ദേശമുണ്ടോ? LDFന്റെ ജാഥക്കകത്തേക്ക് RSS കടന്നു വന്നു. അവിടെ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം RSS നടത്തി. നടത്തിയതിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് ഇതെന്ന് ഞാൻ ഊഹിക്കുന്നത്. വേണ്ട, ഊഹിക്കാനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ AKGയിൽ പടക്കം പൊട്ടിച്ചവൻ ഇരുട്ടത്ത് നിന്നതുകൊണ്ട് 2 മാസമായി ഇരുട്ടിൽ തപ്പുന്ന കേരള പോലീസിന് ഇത്തവണ പ്രതികളെ വേഗത്തിൽ പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സഖാവേ? ആരാണെന്ന് കണ്ടെത്താൻ കഴിയും, വ്യക്തിയെ കണ്ടെത്താൻ കഴിയും. നാഗേട്ടൻ ഇത്രയും കോൺഫിഡൻസോടെ പറയുന്നത് കൊണ്ട് തന്നെ പോലീസ് പ്രതികളെ പിടിച്ചില്ലെങ്കിലും പ്രതികൾ സ്വന്തം പാർട്ടിക്കാർ ആകാനുള്ള സാധ്യത ഏറെക്കുറെ കുറവാണ് എന്ന് തന്നെ ഉറപ്പിക്കാം. രാജേഷ് ഏട്ടാ,
ഇവിടെ BJP ആണ് പ്രതിസ്ഥാനത്ത് എന്ന് നാഗേട്ടൻ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. അന്വേഷണം വന്നാൽ തടയാൻ ഇനി വല്ലതും ഇട്ടിട്ടുണ്ടോ? ഇനി ഞങ്ങൾ അങ്ങേയറ്റം സമാധാനം പുലർത്തിക്കൊണ്ടാണ് പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. അതൊക്കെ പിന്നെയാണെങ്കിലും തള്ളാൻ സമയം കിടപ്പുണ്ടല്ലോ. തൽക്കാലം ഈ കല്ലേറ് വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ട രാജേഷ് ഏട്ടാ. AK സെന്റർ ആക്രമണം കഴിഞ്ഞിട്ടും ഇതുവരെ അതിലെ ആ കേസിലെ പ്രതികളെ പിടിച്ചിട്ടില്ല. എത്ര കൊമ്പുവച്ച പോലീസുകാരനാണേലും രാഷ്ട്രീയക്കാരോട്, അതും ഭരണപക്ഷമാണ്, ഒരു ബഹുമാനമൊക്കെ കാണിക്കും. അതേ ആൾക്കാർ തന്നെയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. ആ കള്ളം തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആ പറഞ്ഞ എന്തായാലും കാര്യമായി. പറയുന്നത് കേട്ടാൽ CPM-കാരെ കല്ലെറിയാൻ പറഞ്ഞു വിട്ടത് രാജേഷ് ഏട്ടനാണെന്ന് പോലും തോന്നിപ്പോവും. രാജേഷ് ഏട്ടൻ തള്ളി തുടങ്ങിയതോടെ പിന്താങ്ങാനായി സുരേഷ് ഏട്ടനും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. CPM-ന്റെ ഓഫീസ് ആക്രമിച്ചതും CPM പ്രവർത്തകർ തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം. ഒരു ജീവപര്യന്തത്തിന്റെ കാലയളവ് എത്രടാ? എന്തിനാ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. 12 വർഷം. ആ, അതാണ്. അത്രയും വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില് പ്രായത്തില്. അപ്പൊ പാര പണിയുമ്പോ ആ ഒരു സീനിയോറിറ്റി കൂടെ കണക്കിലെടുക്കുന്നത് നല്ലതാണ്. പാരയോ? ഞാൻ ആരെയും പാര വെച്ചിട്ടില്ല. പക്ഷെ ആ വിവരം നോർത്ത് ഇന്ത്യയിലെ ഏത് പൈപ്പിന്റെ ചുവട്ടിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് മാത്രം വലിയ ഉറപ്പൊന്നുമില്ല. ഇതുപോലെയുള്ള വിവരങ്ങൾ കിട്ടിയാകണം. പാർട്ടിയിൽ വിവരമുള്ള ഒരെണ്ണം പോലും ഇല്ലേ എന്ന് സാധാരണക്കാർ ചോദിച്ചു പോകുന്നത്. ഞങ്ങളും ചോദിച്ചു. ഇതേ സമയം AKGയിൽ പൊട്ടിയ ഓലപ്പടക്കം സ്വന്തം തലയിൽ വന്ന് വീഴുമോ എന്ന ഭയത്തിൽ അന്ന് AKG സെന്റർ സന്ദർശിച്ച ആ മഹാത്മാവും കമ്മിറ്റി ഓഫീസിൽ വീണ കല്ലിന്റെ അളവെടുക്കാൻ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ചിന്തിടും ചെന്നിനത്തിൽ രാജാവിനെ പ്രജകൾക്ക് ഒരു നോക്ക് ദർശിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏറുപടക്കങ്ങൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ വന്നു വീഴണമെന്ന അവസ്ഥയാണ്. സഖാവിനെ കണ്ട ഹാങ് ഓവർ മാറ്റാൻ ഇനി ഏതെങ്കിലും കോമഡി പീസിനെ കൂടി ഇറക്കണമല്ലോ. വിജയേട്ടാ, ശരിക്കും അക്രമികളുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊന്ന് വെളിപ്പെടുത്തിക്കേ. CPIM-ന്റെ ഈ കേരള ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനത്തെ തന്നെ എന്താ പറഞ്ഞേ? CPIM-ന്റെ ഈ കേരള ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനത്തെ തന്നെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഒരവസരം കിട്ടിയാൽ ഇതാണ് പാർട്ടിക്കാരുടെ അവസ്ഥ. എന്നിട്ട് പ്രതിപക്ഷം, RSS, BJP ഇവര് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ വലിയ സമചിത്തതയോടെ, വളരെ പക്വതയോടെ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. എന്റെ പാർട്ടിയെ ട്രോളാൻ ഞാൻ മാത്രം മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അതുപോലെയല്ലേ തമാശയൊക്കെ പറയുന്നേ. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം കോൺഗ്രസിനെ സ്മരിക്കുന്ന ജയേട്ടനും ഇത്തവണ കോൺഗ്രസിന് കൊടുക്കേണ്ട പട്ടും വളയും ഒക്കെ സംഘപരിവാരത്തിന് തന്നെ അണിയിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവിടെ ബോധപൂർവമായ അക്രമം സംഘടിപ്പിക്കുക എന്ന സംഘപരിവാർ അജണ്ടയാണ്. ജയേട്ടാ, ഒരു സെക്കൻഡ്. വളരെ ബോധപൂർവമായി BJP നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗമാണ്. പ്രകോപനം സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. വളരെ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. എന്നാ ഒത്തൊരുമൈ. ജയേട്ടാ, ഇനി കണ്ടിന്യൂ. ഈ തിരുവനന്തപുരം വളരെ സമാധാനപരമായ ഒരു നാടാണ്. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. BJP ഓഫീസുകളിലും BJP നേതാക്കളുടെ വസതിയിലും ഇവരെ കുടിയിരുത്തി അക്രമം നടത്തുക എന്നുള്ളത് അങ്ങേയറ്റം അപലനീയമാണ്. AKG സെന്ററിൽ പടക്കം പൊട്ടിച്ച പ്രതികളുടെ കാര്യം ചോദിച്ചപ്പോൾ സുകുമാരക്കുറുപ്പ് പോയിട്ട് കാലത്തിലേ പിടിച്ചോ എന്ന് തിരിച്ചു ചോദിച്ച ടീംസാണ്. ഇന്നിപ്പോ എന്താ ശുഷ്കാന്തി? ഈ സമയം ഇതേ കാര്യത്തിൽ ശിവേട്ടന മാസ്റ്റർ പീസ് ഡയലോഗ് വിട്ട ഒരു കളിയില്ല. നാട്ടിലാകെ തന്നെ കലാപം ഉണ്ടാക്കുക എന്നുള്ള പരിശ്രമമാണ് BJP RS നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര വിലയുള്ളത്. ഞങ്ങളൊക്കെ വെറും പീറകളല്ലേ, മണ്ടന്മാർ. ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം, ഇട്ട് തട്ടിക്കളിക്കാം. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. എവിടെ? അത് പിന്നെ നമുക്കറിയാവല്ലോ ശിവേട്ട. കുറച്ചുനാൾ മുമ്പായിരുന്നുവെങ്കിൽ കേരളത്തെ ഒരു കലാഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു എന്ന് പറയും. ഇന്നിപ്പോ BJPയുടേതാണെന്ന് മാറ്റി പറയും. എന്താ അല്ലേ?
ഒരു പ്രത്യേക ജീവിതല്ലേ? ഏത് വിഷയവും ആലങ്കാരികമായി അവതരിപ്പിക്കുന്ന അന്താരാഷ്ട്ര മാർക്കറ്റ് ആകട്ടെ ഈ വിഷയത്തിൽ ഒരല്പം പെട്ടുപോയ അവസ്ഥയിലാണ്. കോഴിക്കോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ പാർട്ടി ഓഫീസ് ആക്രമിച്ചപ്പോൾ അടുത്ത ദിവസം പറഞ്ഞ RSS ആക്രമിച്ചു എന്നാണ്. തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച ഒരു പൊതുയോഗത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു പടക്കം പൊട്ടിയപ്പോൾ പറഞ്ഞത് RSSകാർ ആക്രമിച്ചു എന്നാണ്. തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പടക്കം ഉണ്ടായിപ്പോൾ എന്തോ പൊട്ടൽ നടത്തിയപ്പോൾ പറഞ്ഞത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചു എന്നാണ്. ഓഹോ, ഇനിയ പഴയ ഡയലോഗ് ഒന്നുകൂടി പറയാം. ഞാനാണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടക്കൂല. അത്രേ ഉള്ളൂ. എന്തിലോ വീണ് മധുരമില്ലാത്ത പായസം പോലെ. അത് സാക്ഷര കേരളം കൂടി മനസ്സിലാക്കേണ്ടേ മുരളിച്ചേട്ടാ. പുലി വരുന്നു എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, അത് കണ്ടുപിടിക്കല്ലേ വേണ്ടതാ. പ്രതികളെ പിടിക്കാനുള്ള മുരളിച്ചേട്ടന്റെ ഈ ആവലാതി കണ്ടിട്ടാകണം പോലീസും തങ്ങൾക്ക് വേണ്ട പ്രതികളെ കയ്യോടെ പൊക്കിയിരുന്നു. 3 AVVPക്കാരെ അറസ്റ്റ് ചെയ്തു എന്നാണല്ലോ കേൾക്കുന്നത്. എന്താ മുരളിച്ചേട്ടാ, ഹാപ്പി ആയല്ലോ അല്ലേ? ഇനി ആ പ്ലേറ്റ് ഒന്നും മാറ്റുന്നതിൽ തെറ്റൊന്നും ഇല്ല. അല്ല, അത് IP ജയരാജൻ ചൂണ്ടിക്കാണിച്ച ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വേറെ വഴിയില്ല. മുരളിച്ചേട്ടന്റെ ദുഃഖം ഞങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലം ഇതിനെയൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് ആശ്വസിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണല്ലോ ക്യാപ്റ്റൻ മാതൃക കാണിച്ചു തന്നിട്ടുള്ളതും. ഒരു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കാണേണ്ട ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതെന്തായാലും കാര്യമായി. അല്ലെങ്കിലും ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? സാധാരണക്കാരന്റെ നേരെ കുതിര കയറുന്ന നിസ്സാരമായ ആയിരക്കണക്കിന് കാര്യങ്ങളെ മാത്രമല്ലേ നമുക്ക് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ കഴിയും. അല്ലാതെ ഈ സംഭവത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ലല്ലോ. ചിന്താശേഷി നഷ്ടപ്പെട്ട അടിമകൾ, ക്ഷമിക്കണം, അണികൾ കൂടെയുള്ളപ്പോൾ ഇത്തരം കോമഡികൾ നടന്നുകൊണ്ടേയിരിക്കും.